സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിസിയും ഉപജാപ സംഘവും അതോടൊപ്പം അവർക്ക് കുടപിടിക്കുന്ന സംഘപരിവാറും അവരെ പിന്തുണക്കുന്ന സ്ഥലം MLA. അദ്ദേഹം നിർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. ഇവിടെ 24 ദിവസവും ഈ സമരത്തെ തിരിഞ്ഞു നോക്കാത്ത VC സിൻഡിക്കേറ്റിലേക്ക് ഞങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ഈ സർവകലാശാലയിൽ ഇതിൻ്റെ ക്യാമ്പസുകളായി പയ്യന്നൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കേന്ദ്രങ്ങളിൽ അധ്യാപകരില്ലാതെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നും റിസർച്ച് സ്കോളേഴ്സിന് അവരുടെ PhD തിസിസ് സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും സിൻഡിക്കേറ്റ് ചേരാത്ത സാഹചര്യത്തിൽ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് അവരോട് ആവർത്തിച്ചു പറയാൻ 24 ദിവസം ഞങ്ങളിവിടെ കിടക്കേണ്ടി വന്നു. ഈ 24 ദിവസവും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സ്ഥലം MLA ആ സിൻഡിക്കേറ്റ് മാർച്ചിന് ശേഷം ഞങ്ങളെ ചർച്ച ചെയ്യാൻ ക്ഷണിച്ച് ഒരു മിനിറ്റ് പോലും ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് അനുഭാവപൂർവം കേൾക്കാൻ പോലും തയ്യാറാവാതെ അന്നിവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്, നിങ്ങളെ എൻ്റെ സുരക്ഷയ്ക്കാണ് ഞാനിവിടെ വിളിച്ചു വരുത്തിയതെന്നും ഇവരോട് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ലെന്നും ഇവരെ കേൾക്കലല്ല എൻ്റെ ജോലിയെന്നും എനിക്ക് വഴിയൊരുക്കലാണ് നിങ്ങളുടെ ജോലിയെന്നും പോലീസിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു സിസ തോമസ്. എന്നിട്ട് ആ സമരത്തിൻ്റെ ആവശ്യം കേൾക്കാതെ ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങി വന്ന് 50 വാര അകലെ നിന്നാണ് സിസ തോമസ് ഈ സമരത്തെ കണ്ടത്. ആ 50 വാര അകലെ നിന്ന സിസ തോമസിന് 2 FIR ഇടേണ്ടി വന്നു ഈ സമരത്തെ അടിച്ചമർത്താൻ. ഒന്ന് 13-ാം തീയതി ഇട്ട FIR ആണ്. ആ FIR-ൽ സ്ഥലം SI കൂടിയായ പ്രദീപ് കുമാർ സാക്ഷ്യപ്പെടുത്തുന്നു 60ഓളം വരുന്ന SFI പ്രവർത്തകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ ബിൽഡിങ്ങിലേക്ക്, സിൻഡിക്കേറ്റ് നടക്കുന്ന ബിൽഡിങ്ങിലേക്ക് മാർച്ച് ചെയ്യുകയും അവിടെ മാർഗതടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. അതോടൊപ്പം പോലീസ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഇതാണ് FIR-ന്റെ കോപ്പിയിൽ എഴുതി വച്ചിരിക്കുന്നത്, 13-ാം തീയതിയിലെ FIR. അന്ന് തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ മുഴുവനും ആളുകളും സിസ തോമസിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ചോദിച്ചു, എന്തെങ്കിലും പരാതിയുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, വിദ്യാർത്ഥികളുടെ സമരം കേൾക്കണ്ടേ? അതിൽ ചില മാധ്യമങ്ങൾ പ്രത്യേക ശ്രദ്ധ വരുത്തി, എന്തെങ്കിലും SFIക്കെതിരെയും കിട്ടുമോ എന്നുള്ളത്. പ്രശ്നമില്ല, അത് നിങ്ങളുടെ മാധ്യമധർമ്മം, നിങ്ങൾ ചോദിച്ചു. പക്ഷെ അപ്പോഴൊന്നും യാതൊരുവിധ പരാതിയുമില്ലാത്ത സിസ തോമസിന് രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കറെ കണ്ടതിന് ശേഷം, ചാൻസലറെ കണ്ടതിന് ശേഷം പൊടുന്നനെ ഒരു ബോധോദയുണ്ടാവുകയാണ്. എൻ്റെ മുടിയാരോ കുത്തിപ്പിടിച്ചു, എന്നെ ചുമരിന് ചാർത്തി നിർത്തി ആക്രമിച്ചു, മുടി കുത്തിപ്പിടിച്ചും ചുമരിന് ചാർത്തി നിർത്തി ഒരു സർവകലാശാല VCയെ SFI ആക്രമിച്ചു എന്ന് ഹീനമായി നുണ പറഞ്ഞു ഒരു VC. ആരെങ്കിലും കണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി? SFIയെ വെച്ചേക്കുവോ? ഇപ്പോൾ 13-ാം തീയതി ഒരു FIR, യാതൊന്നും സംഭവിച്ചിട്ടില്ല. SFI നടത്തുന്ന സ്വാഭാവികമായ ഒരു സമരത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന FIR. എന്നാൽ 16-ാം തീയതി എന്താ വരുന്നത്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ നിർദ്ദേശപ്രകാരം VC നുണ പറയുകയാണ്. അതോടൊപ്പം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തു. ഈ സർവകലാശാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ മറ്റ് സർവകലാശാലകളിൽ നിന്നും വിഭിന്നമായി മ്യൂസിക്കും ആർട്സും തിയേറ്ററും ഒക്കെ പ്രത്യേകം പഠിപ്പിക്കുന്നൊരു സർവകലാശാലയാണിത്. ആ സർവകലാശാലയിൽ, ഈ സർവകലാശാലയിലെ തിയേറ്റർ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് ലൈറ്റ്, നാടകം കളിക്കുന്ന ഏതൊരാൾക്കും അറിയാം, അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഭാഗമായിരുന്ന സർഗാത്മക പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്ന ആളുകൾക്ക് അറിയാം. RSSകാർക്ക് അറിയാൻ വഴിയില്ല. സർഗാത്മകത പോയിട്ട് ഹിംസ മാത്രം കൈമുതലായിട്ടുള്ള സംഘപരിവാറിനോ അതിൻ്റെ കൂട്ടത്തിലെ ആളുകൾക്കും അറിയാൻ വഴിയില്ല, VCക്കും അറിയാൻ വഴിയില്ല. അപ്പോൾ സ്പോട്ട് ലൈറ്റ് അവർക്ക് ആവശ്യമുള്ളതാണ്. ആ സ്പോട്ട് ലൈറ്റ് പ്രവർത്തനക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രതീകാത്മകമായ ഒരു സമരമുണ്ട്. സ്പോട്ട് ലൈറ്റ് മരിച്ചു എന്ന് പറഞ്ഞ് അത് സിസ തോമസിന്റെ
സംസ്കാര ചടങ്ങാണ് എന്നങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. അതും ഈ കേരളത്തിൽ ഓടിച്ചു. അത് കേരളത്തിൽ ഓടിച്ചു എന്ന് മാത്രമല്ല, രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ ഉടനെ കേരളത്തിലെ മുഴുവൻ വിസിമാരെ കൊണ്ടും പ്രസ്താവന ഇറക്കുകയാണ്. കേരള സർവകലാശാല വിസി മോഹൻ കുന്നുമ്മൽ, MG സർവകലാശാല വിസി ദുരൈപാണ്ടി മാവൂത്ത്, കണ്ണൂർ സർവകലാശാല വിസി പ്രൊഫസർ സാജു, കാലിക്കറ്റ് സർവകലാശാലയുടെ വിസി, അങ്ങനെ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് പരിശോധിച്ചാൽ പൂർണ്ണ സംഖ്യകളാണ്. RSS പരിപാടികളിലാണ്, ശാഖയിലാണ് ഏറ്റവും കൂടുതൽ പങ്കെടുത്തത്, സർവകലാശാല ഓഫീസിൽ വരുന്നതിനേക്കാൾ കൂടുതൽ. അപ്പൊ ഈ വിസിമാരെ കൊണ്ട് പ്രസ്താവന ഇറക്കിച്ചു. SFI ഒരു വിസിയെ ആക്രമിച്ചിരിക്കുന്നു. ആക്രമിച്ചോ? ആ സിസ തോമസ് 13-ാം തീയതി പറഞ്ഞ പ്രസ്താവനയെ ആകെ തള്ളിക്കൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവർ വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, പോലീസിന്റെ എല്ലാ സംരക്ഷണയോടുകൂടി ഇറങ്ങിപ്പോയതിനു ശേഷം 16-ാം തീയതി ഒരു പരാതി മെയിൽ അയക്കുകയാണ് കേരള പോലീസിന്. അതിനിടയിൽ ആരൊക്കെയാണ് ഇടപെട്ടത്? ഗവർണറും വിസിമാരും ഒക്കെ ഇടപെട്ടതിന് ശേഷം പിന്നെ ഇടപെടുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇന്നലെ ആഭ്യന്തര മന്ത്രിയും രംഗത്ത് വന്നു. സംഘപരിവാറിന്റെ വാക്കുകൾ ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏജൻസിയായി സർക്കാർ മാറിയിരിക്കുകയാണ്. സ്ഥലം MLAക്ക് 24 ദിവസം ഈ കുട്ടികളെ തിരിഞ്ഞു നോക്കാൻ കഴിയാണ്ട് 25-ാമത്തെ ദിവസം കുട്ടികളെ അപരിഷ്കൃതർ എന്ന് വിളിക്കാൻ എന്ത് മാന്യതയുണ്ട്? അദ്ദേഹം NSUവിന്റെ ഒക്കെ നേതാവായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം ഞങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കാം. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. മന്ത്രിയാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്, പ്രോ ചാൻസലറാണ്, പക്ഷേ സർവകലാശാലയെ സംബന്ധിച്ച് ഒരു കാര്യത്തിനും അദ്ദേഹത്തിന്റെ റോളില്ല. ഈ വിസിമാരും ചാൻസലറും നൽകുന്ന കേവല ചില ആനുകൂല്യങ്ങൾ വെച്ച് ജീവിക്കുന്ന മന്ത്രിയെ അദ്ദേഹം മാറിയിരിക്കുകയാണ്. ധൈര്യമുണ്ട് നിലപാട് പറയണമായിരുന്നു. 24-ാം ദിവസം കുട്ടികളെ വന്ന് അപരിഷ്കൃതർ എന്ന് വിളിച്ച റോജി M. ജോൺ, മോഹൻ കുന്നുമ്മൽ വന്ദേ മാതരം പാടാൻ അറിയാത്തവർ അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്തവർ അമ്മയെ അറിയാത്തവരാണെന്ന് പറഞ്ഞപ്പോൾ മിണ്ടിയോ? അപ്പോ സ്വന്തം വകുപ്പിന് കീഴിലുള്ള ഒരു വൈസ് ചാൻസലർ തന്റെ കസേരയ്ക്ക്, ആ കസേരയുടെ പ്രത്യേകത കൂടി പറയാം, ആൽബർട്ട് ഐൻസ്റ്റീനെ ക്ഷണിച്ചു വരുത്തി ആ കസേരയിൽ ഇരുത്താൻ ശ്രമിച്ച സംസ്കാരമുള്ള ബോധ്യമുള്ള നാടാണ് കേരളം. ഗോപിനാഥ് രവീന്ദ്രനും മഹാദേവൻ പിള്ള സാറും ഡോക്ടർ ഇക്ബാലും ഉൾപ്പെടെയുള്ളവർ, ഡോക്ടർ ജോൺ മത്തായി ഉൾപ്പെടെയുള്ളവർ ഇരുന്ന കസേരയാണത്. ആ കസേരയിൽ വന്നിരുന്ന് ഈ നാടിന് വിരുദ്ധമായ പ്രസ്താവന നടത്തിയ അദ്ദേഹത്തെ ഒരക്ഷരം കൊണ്ട് വിമർശിച്ചോ? പക്ഷേ 24 ദിവസമായി ഇവിടെ കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ കുട്ടികളെ അപരിഷ്കൃതർ എന്ന് വിളിച്ചിരിക്കുകയാണ്. പരിഷ്കൃത സമൂഹത്തിന് ചേരാത്തവർ എന്ന് വിളിച്ചിരിക്കുകയാണ്. ആരാണ് പരിഷ്കൃതർ? നിങ്ങളുടെ വിസി ആണോ? ഈ കുട്ടികളാണോ? ആരാണ് പരിഷ്കൃതർ? തീരുമാനിക്കേണ്ടത് മന്ത്രിയാ. മന്ത്രി പറയട്ടെ. മന്ത്രി പലതിനും ഉത്തരം പറയുന്നില്ല. എന്നിട്ട് FIR ചാർജ് ചെയ്തു. ഞങ്ങളിൽപ്പെട്ട 4 പേരെ അറസ്റ്റ് ചെയ്തു. 4 പേരെ അറസ്റ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് ആ FIR മെയിൽ അയച്ചതിന്റെ ഭാഗമായി ആ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ FIR-ന്മേൽ അറസ്റ്റ് ചെയ്യുകയാണ്. റിമാൻഡിലാണ് ആ കുട്ടികൾ. എന്ത് കുറ്റാണ് ചെയ്തത്? അതിലൊരാൾ പഠിക്കുന്നത് MG സർവകലാശാലയിലാണ്. ഉടനെ MG സർവകലാശാലയുടെ വിസിയുടെ ഓഫീസിൽ നിന്ന് അയാൾ പഠിക്കുന്ന ക്യാമ്പസിലേക്ക് ഒരു കത്ത് വരുന്നു. സംസ്കൃത സർവകലാശാല വിസിക്കെതിരെ ഇയാൾ പ്രവർത്തിച്ചിരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ അക്കാഡമിക്സിൽ ഇടപെടേണ്ടി വരും. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? സംഘപരിവാറിന്റെ ഫാസിസമോ? 3 സീറ്റ് മാത്രമുള്ള സംഘപരിവാറിന് എങ്ങനെയാണ് കേരളത്തിന്റെ സർവകലാശാലകളെ നിയന്ത്രിക്കാൻ കഴിയുന്നത്? കേരളത്തിൽ 10 വർഷമായി ഇടതുപക്ഷം ഭരിച്ചപ്പോ നിങ്ങളുടെ അധികാര പരിധിയല്ല സർവകലാശാലകളെന്ന് ആവർത്തിച്ചു പറഞ്ഞു പിണറായി വിജയൻ, ആവർത്തിച്ചു പറഞ്ഞു ഡോക്ടർ ബിന്ദു. പറയാൻ ധൈര്യമുണ്ടോ VD സതീശന്? പറയാൻ ധൈര്യമുണ്ടോ റോജി M. ജോണിന്? ഇത് പറയാതെ ഈ കുട്ടികളെ എങ്ങനെയാണ് ആക്രമിക്കുക? കുട്ടികൾ ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ 2 ബോർഡിലായി അടിച്ചു വെച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുക്കണം ഇവർക്ക്. ഇതിലെന്ത് അപരിഷ്കൃതമായിട്ടുള്ള ആവശ്യങ്ങളാണുള്ളത്? അപരിഷ്കൃതമായി എന്താണ് ഇതിലുള്ളത്? അത് പറയണം. ഞങ്ങളിൽ 4 പേരെ എന്തിനാണ് ജയിലിലിട്ടത്? ഇന്നലെ ചില RSSകാർ ചോദിക്കുന്നുണ്ട്, സമരം ജയിലിലിടും. സമരം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത RSSകാർ ഞങ്ങളെ സമരത്തെക്കുറിച്ച് പഠിപ്പിക്കണ്ട. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത നിങ്ങൾക്ക് എന്ത് ജയില്, എന്ത് സമരം? എന്നിട്ട് ഈ ക്യാമ്പസിന്റെ പുറത്തുള്ള ഗുണ്ട
തലവന്മാരെ കൂട്ടി വന്ന് ഈ വിദ്യാർത്ഥികളെ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഇപ്പൊ ബഹുമുഖമായ അക്രമമാണ് SFI നേരിടുന്നത്. ഒരു ഭാഗത്ത് നിന്ന് സർക്കാർ സംവിധാനം, കോൺഗ്രസ്, മറുഭാഗത്ത് നിന്ന് സംഘപരിവാർ, VC, ഗവർണർ, ഇവരെയൊക്കെ പ്രതിരോധിച്ച് വേണം കേരളത്തിലെ ക്യാമ്പസിൽ പഠിക്കണം എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? കുട്ടികൾക്ക് പഠിക്കണ്ടേ? ഒരു മാസം മുമ്പാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചത്. യോഗം വിളിച്ചിട്ട് പറഞ്ഞു, കേരളത്തെ നമുക്ക് എഡ്യൂക്കേഷൻ ഹബ്ബാക്കണം, എല്ലാ കുട്ടികളെയും എത്തിക്കണം ക്യാമ്പസുകളിൽ. കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലെ ക്യാമ്പസിൽ വേണ്ടേ? സംസ്കൃത സർവകലാശാല കേരളത്തിന്റെ പരിച്ഛേദമാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ള കുട്ടികൾ പഠിക്കുന്ന സർവകലാശാലയാണ്. ആ സർവകലാശാലയ്ക്ക് നിലനിൽക്കാൻ കഴിയണ്ടേ? അവർക്ക് രക്ഷയില്ല, കേരളത്തിലെ കുട്ടികൾക്ക് രക്ഷയില്ല, എന്നിട്ടാണ് പുറത്തുനിന്ന്. അപ്പൊ ഈ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാദങ്ങളുണ്ട്. സംസ്കൃത സർവകലാശാലയിൽ SFI ഇതുവരെ സമരം ചെയ്തിട്ടില്ല, കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ അടയിരിക്കുകയായിരുന്നു, ഞങ്ങൾ ഇതുവരെ സമരം നയിച്ചിട്ടില്ലേ? ഇടത് സിൻഡിക്കേറ്റ് ഉണ്ടായിരുന്ന ഘട്ടത്തിലും മുൻ VC ഉണ്ടായിരുന്ന ഘട്ടത്തിലും ഒക്കെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സമരം SFI നടത്തിയിട്ടുണ്ട്. അത് കേരളത്തിന് അറിയാത്തതൊന്നുമല്ല, ചില നറേറ്റീവുകൾ ബിൽഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താം എന്നുള്ള സംഘപരിവാർ ബോധ്യമാണ് ഇവിടെയും ഞങ്ങൾക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലാണല്ലോ ഈ സർവകലാശാല. എറണാകുളം ജില്ലയിൽ എന്തായാലും സംഘപരിവാറിന് സീറ്റൊന്നുമില്ല. എറണാകുളം ജില്ലയിലും പൂർണ്ണമായും UDF ആണ്. അപ്പോൾ എന്താണ് എറണാകുളം ജില്ലയിലെ അറ്റ്മോസ്ഫിയർ? ഭീതിതമായ ഒരു അന്തരീക്ഷം ഈ ക്യാമ്പസിൽ ഉണ്ടാക്കിയില്ലേ? ഈ കുട്ടികൾക്ക് ഇവിടെ തുടരാൻ കഴിയുന്നില്ല എന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കിയില്ലേ? മഫ്തിയിൽ എന്തിനാണ് ക്യാമ്പസിൽ പോലീസ്? ആരുടെ ഒത്താശയാണ്? പോലീസ് സ്റ്റേഷനിൽ ഇരുന്നോളൂ, ആവശ്യമെങ്കിൽ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തും ക്യാമ്പസിന്റെ ഹെഡ് തന്നെ സർവകലാശാലയിൽ വരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നം. അപ്പോ ഈ നിലയിലേക്ക് പോലീസ് രാജ് ഉപയോഗിക്കപ്പെടുകയാണ് സർവകലാശാലയിലേക്ക്. ന്യായമായ ഒരു സമരത്തെ അടിച്ചമർത്താൻ 24 ദിവസം കാത്തുനിന്ന് ഒരു തെറ്റായ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെയും ഈ ആവശ്യത്തെയും വിദ്യാർത്ഥികളുടെ ഒരു സമരബോധത്തെയും സംഘടിത ബോധത്തെയും എങ്ങനെയാണ് തകർക്കുക എന്നുള്ള ഗവേഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഗൂഢശ്രമങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ നടത്തിയ വിവിധ സമരങ്ങളുടെ ചരിത്രമാണിത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 70 ദിവസം നീണ്ടു നിൽക്കുന്ന സമരങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്, സിൻഡിക്കേറ്റ് മാർച്ച് ഉൾപ്പെടെ. അതോടൊപ്പം ഇവിടുത്തെ സർവകലാശാല VCയുടെ പണി ഇവിടെ സ്വാഭാവികമായും വന്ന് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുക, അതോടൊപ്പം PhDയുടെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അവർക്ക് അംഗീകാരം കൊടുക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇതുൾപ്പെടെ മുടങ്ങിക്കിടക്കുകയാണ് സംസ്കൃതത്തിൽ. അപ്പോൾ പറഞ്ഞു ഇതിനു മുമ്പ് പണ്ടേ ഇത് മുടങ്ങിക്കിടക്കുകയാണെന്നാണ് സിസ തോമസ് തന്നെ പറയുന്നത്. അതും കള്ളമാണ്. നുണ പറയുന്ന മുഖ്യമന്ത്രി മാത്രമല്ല, നുണ പറയുന്ന VCയും നമുക്കുണ്ടാവുകയാണ്. എന്താ കാര്യം? ഇവിടെ VC ആയി വന്നതിന് ശേഷം, ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം, വൈസ് ചാൻസലർ ആയതിനു ശേഷം ഇവർ ഒപ്പിട്ട് നൽകേണ്ട ഒരു സിംഗിൾ ഡോക്യുമെന്റ് ഇവിടെ ഒപ്പിട്ട് നൽകിയിട്ടില്ല. നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൃത്യമായി ഇഷ്യൂ ചെയ്യപ്പെടുന്നില്ല. കൈയെഴുത്തു പ്രതിയായിരുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് മുൻകാലങ്ങളിൽ അത് സർട്ടിഫിക്കറ്റ് രൂപത്തിൽ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇഷ്യൂ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റാണിത് 2024. അതിനുശേഷവും അത് നൽകിയിട്ടുണ്ട്. എപ്പോൾ ഇവർ അധികാരത്തിൽ വന്നോ, എപ്പോൾ ഇവർ VC ആയോ, അവരുടെ ചുമതലകളൊന്നും അവർ നിർവഹിച്ചിട്ടില്ല. അവരെന്താ പറഞ്ഞത്? 2018 ഈ സർവകലാശാല അനങ്ങിയിട്ടില്ല എന്നല്ലേ? അങ്ങനെയാണോ സ്ഥിതി? അവിടെയും നുണ പറയുകയാണ്. 2024 ഇഷ്യൂ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റാണിത്. അപ്പോ സർവത്ര നുണ പറഞ്ഞ് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കി ചിലരെ പുറത്താക്കണമെന്ന ആലോചന വരെ ഇവരൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, SFIയുടെ സംസ്ഥാനത്തെ ശേഷിയെ ഈ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്കധികം സമയമൊന്നും വേണ്ട. അനാവശ്യമായി ഈ വിഷയത്തെ എലവേറ്റ് ചെയ്തത് നിങ്ങളാണ്, VC ആണ്. ഈ വിഷയത്തെ ആ വിഷയത്തിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് അഭിസംബോധന ചെയ്ത് പരിഹരിക്കുക എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. VCക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അവർക്കെതിരെയും പരാതി പോകും, ഞങ്ങൾ പോകും.
അവർ രാജിവെച്ച് പുറത്തു പോകേണ്ട ആളാണ്. എന്ത് ഉത്തരവാദിത്തം കൊണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലൊരു കള്ളപ്പരാതി ഒരു VC കൊടുത്ത ചരിത്രം കേരളത്തിലുണ്ടോ? അപ്പൊ ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെ അംഗീകരിക്കാതെ അവരുടെ കരിയറിനെ, അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയ ആകെ റദ്ദ് ചെയ്യാമെന്നുള്ള നിലപാടല്ലേ ഇവർ സ്വീകരിച്ചത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും അവരുടെ ഉപജാപക സംഘവും VCമാരും സംഘപരിവാറും നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതേയല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ FIRന്റെ നമ്പറും ഞാൻ ഇവിടെ പ്രത്യേകമായി പറയാം. ഒന്ന്, എറണാകുളം റൂറലിലെ FIR നമ്പർ 0735 കാലടി പോലീസ് സ്റ്റേഷൻ. അതിൽ ആദ്യ FIR 13/8/2026 11/22 ഫയൽ ചെയ്തത്. അതിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ FIR ആണ് ഈ പറഞ്ഞ സിസ തോമസിൻ്റെ FIR 16/8/2026 7:30 അവർ മെയിൽ ചെയ്യുകയും ഉടനടി ഫയൽ ചെയ്യുകയും FIR ഫയൽ ചെയ്യുകയും ഉടനടി അറസ്റ്റുമാണ്. അപ്പോൾ 3 ദിവസം വേണ്ടി വന്നു സിസ തോമസിന് താൻ ആക്രമിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാം. അതെന്ത് പ്രക്രിയയാണ്? 3 ദിവസം മുമ്പ് അവർക്ക് ബോധം നഷ്ടപ്പെട്ടോ? 3 ദിവസം വേണ്ടി വന്നു. അവരുടെ മുടി പിരിച്ചു, ചുമരിൽ ചാർത്തി നിർത്തി അടിച്ചു. ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചത്. അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ മാറുന്നത്. വാഹനം തല്ലി തകർത്തു എന്നുവരെയുണ്ട്. ആ വാഹനം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, ഇവിടെ തന്നെ ഉണ്ടാവാനാണ് വഴി. അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഞങ്ങളുടെ 4 പ്രവർത്തകർ അവിടെ കഴിയുകയാണ്. അതോടൊപ്പം ഇതിലൊരു 18ാം പ്രതി മിഥിലാജ്, ഈ VC കൊടുത്ത 2ാമത്തെ ലിസ്റ്റിലെ അയാൾ 1 മാസമായി കണ്ണൂരിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ VC ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഡിപ്പാർട്ട്മെന്റ് തിരിച്ചിട്ടാണ്. ആ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് SFIയുടെ സജീവ പ്രവർത്തകർ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണോ അങ്ങനെ പിൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലും ചില ആളുകളുണ്ട്. അതിലൊരു കേമൻ ഇവിടെ ഉള്ളത് ഇവിടുത്തെ PRO ആണ്, ജലീഷ് പീറ്റർ. PROനോട് പറയാനുള്ളത് പബ്ലിക് റിലേഷൻസ് ഓഫീസർ പണിയെടുത്താൽ മതി, സംഘപരിവാർ റിലേഷൻ ഓഫീസർ പണിയെടുക്കണ്ട. PROന്റെ പണിയെടുക്കണം. PRO ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പുതിയൊരു പരാതി ഇന്നലെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസം കൂടുമ്പോഴും, ഇപ്പം 3 ദിവസം കഴിഞ്ഞാണ് VCക്ക് വെളിപാട് വന്നത്, 4ാമത്തെ ദിവസമാണ് PROന് വന്നത്. ഇനി ആർക്കെങ്കിലും വരുമോ എന്ന് ഇനി അറിയില്ല. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളെയും പ്രത്യേകം പിൻ ചെയ്തെടുക്കുകയാണ്. ഇതിൽ മുഹമ്മദ് മിഥിലാജിന്റെ ലൊക്കേഷൻ അന്വേഷിച്ചാൽ ഈ കേസ് തകർന്നു, ഈ കേസ് പൊളിയും. അയാൾ കണ്ണൂരാണ്. അപ്പോൾ ഇങ്ങനെ SFIയെ ഇതോടുകൂടി ഈ ക്യാമ്പസിൽ അങ്ങ് അവസാനിപ്പിക്കാമെന്നും അതുവഴി ഈ ക്യാമ്പസിനെ സംഘപരിവാറിന്റെ കൈകളിലേക്ക് എളുപ്പത്തിൽ വെച്ചു കൊടുക്കാമെന്നും ആണ് ഇവർ ധാരണപ്പെടുന്നതെങ്കിൽ അതൊന്നും വില പോകില്ല. വിദ്യാർത്ഥികളെ ഏതറ്റം ചെന്നും സംരക്ഷിക്കാൻ SFI പ്രതിജ്ഞാബദ്ധമാണ്. അത് ഏതറ്റം വരെയും ഞങ്ങൾ പോകും, ഏത് നിയമത്തിൻ്റെ മുന്നിലും ഞങ്ങൾ പോകും. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ 4 പേർ അകാരണമായി ജയിലിലാണ്. ഒരു കാരണവുമില്ല, ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്തു എന്നാണ് അവർ പറഞ്ഞ കുറ്റം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കുട്ടികളോട് ഓരോ വർഷവും വോട്ട് ചോദിക്കാൻ വരുന്ന KSU, MSF ഇവരൊക്കെ എവിടെ? ഈ അനീതി ഈ ക്യാമ്പസിൽ നടക്കുമ്പോൾ എവിടെയാണ് ഇവരൊക്കെ? സംഘപരിവാറിനോട് അവരും താതാത്മ്യപ്പെട്ടോ, അവരുടെ സീനിയർ നേതാക്കന്മാർ ചെയ്തതുപോലെ? അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയും പ്രവൃത്തിയുമാണ് നിഷ്കരുണം വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലച്ചുകൊണ്ട് ഇവിടെ സിസ തോമസ് എന്ന VC ചെയ്തിരിക്കുന്നത്. ഇവരുടെയൊക്കെ യോഗ്യത പരിശോധിക്കണമെന്ന് ഇന്നലെ നവമാധ്യമങ്ങളിൽ വലിയ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ H ഇൻഡെക്സ്, ഇവരുടെ ബിരുദം, ഇവരുടെ മറ്റു യോഗ്യതകൾ, എല്ലാ VCമാരുടെയും. ഇപ്പോൾ യോഗ്യതയില്ലാതെ ഈ കസേരയിൽ ഇരിക്കുന്നത് ഒറ്റ യോഗ്യത കൊണ്ടാണ്, സംഘപരിവാറിന്റെ അടിമകളാണ് എന്നൊറ്റ കാരണം കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇവർക്കെതിരെ വരും ദിവസങ്ങളിലും ഉയരും. വിദ്യാർത്ഥികൾക്കെതിരെ എന്തെങ്കിലും അനാവശ്യ നടപടികൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ക്യാമ്പസ് സമരകേന്ദ്രമാവും.
ഈ പരാതികളൊക്കെ കൊടുക്കുന്നത് ഈ കുട്ടികളെ ഡിസിപ്ലിനറി ആക്ഷൻ പറഞ്ഞ് പേടിപ്പിക്കാനാണ് എന്നാണ് കേട്ടത്. അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളെ കേട്ട് ഇത് പരിഹരിക്കുന്നതായിരിക്കും സിസ തോമസിനും തിരുവനന്തപുരത്ത് ലോക് ഭവനിലിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്കും നല്ലത്. അങ്ങനെയാണ് കേരളത്തിന്റെ ചരിത്രവും. ഇത് അവരോടുള്ള വളരെ എളിമയോടുകൂടിയുള്ള ആവശ്യമാണ്. അതവർ പരിഗണിക്കുക. അതോടൊപ്പം ഈ സംഘപരിവാറുകാർക്ക് കൃത്യമായി അവർ പറയുന്ന കാര്യങ്ങൾ തലയാട്ടി കേൾക്കുന്ന റോജി എം ജോൺ എന്ന മന്ത്രിയോട് അല്പമെങ്കിലും ഈ നാട്ടിലെ മതനിരപേക്ഷതയോടും നിങ്ങൾക്ക് വോട്ട് ചെയ്ത അങ്കമാലിയിലെ മനുഷ്യരോടെങ്കിലും കുറച്ച് മാന്യതയുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ വിഷയം കേൾക്കണം. അവരെ അപരിഷ്കൃതർ എന്ന് വിളിച്ച നാക്കുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞ് ഈ വിഷയം കേട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നെങ്കിലും പറയണം. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് മാപ്പ് കാലവും തരില്ല, ഞങ്ങളും തരില്ല. അപ്പം ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ പരാതികൾ പ്രളയം പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ ഇപ്പം വേട്ടയാടാൻ പറ്റുമെന്നുള്ളതുകൊണ്ട്. പിന്നെ ഈ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പോലീസിൻ്റെ നിലപാടും. അപ്പോൾ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാൻ ആ നിലയിൽ എന്തെങ്കിലും കുറ്റം ചെയ്ത ആളുകളൊന്നുമല്ല ഇവിടെ ഇരിക്കുന്നത്. അറസ്റ്റ് ചെയ്യേണ്ടത് ഈ നാട്ടിൽ വിദ്വേഷ പ്രസംഗവും വിദ്വേഷ പരാമർശങ്ങളും നടത്തി യഥേഷ്ടം നടക്കുന്ന ആളുകളെയാണ്. അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാതെ അവർക്കെതിരെ കേസ് പോലും എടുക്കാതെ TG മോഹൻദാസിനെ 12 ദിവസം കഴിഞ്ഞ് എളുപ്പത്തിലുള്ള വകുപ്പ് ചേർത്ത് പുറത്തുവിട്ട കേരള പോലീസ് കേരളത്തിലെ സ്ത്രീകളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച് അവർ ബലാത്കാരം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ സംഘപരിവാറുകാർക്ക് പൂവിരിപ്പാതയും പുഷ്പവൃഷ്ടിയും കൊടുക്കുന്ന കേരള പോലീസിന് ഈ ക്യാമ്പസിലധികം കൗതുകം വേണ്ട. അതുകൊണ്ട് SFIക്ക് നേരെ ഇത്തരം കാര്യങ്ങളുമായി ഇറങ്ങുമ്പോൾ ശക്തമായ പ്രതിരോധമുണ്ടാകുമെന്ന് നിങ്ങൾ കണ്ടേക്കുക. സിസ തോമസ് ഈ ചെയ്ത ദുഷ്പ്രവർത്തികളും നുണയും എല്ലാം ഏറ്റുപറഞ്ഞ് വിദ്യാർത്ഥികളെ കേട്ട് വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കുക. അതോടൊപ്പം ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ശവസംസ്കാരം നടത്തിയെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ആ വീഡിയോ കൃത്യമായി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ ഞങ്ങളോട് കൃത്യമായി സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് അതിൽ മറ്റൊരു കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ മാധ്യമങ്ങൾ ആ വാർത്ത ഏറെ ചെയ്യുന്നതിന് മുമ്പ് അതിലൊരു ക്ലാരിറ്റി വരുത്തണമായിരുന്നു. ചിലരത് കൃത്യമായി ക്ലാരിറ്റി വരുത്തി അത് തിരുത്തി ഇപ്പോഴും കൊടുക്കാതെ തന്നെ നിന്നിട്ടുണ്ട്. പക്ഷെ ചിലരത് നല്ലപോലെ SFIക്കെതിരെ പ്രയോഗിച്ചു. അത് ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കില്ല, നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ നിലപാടും അങ്ങനെയായിരിക്കും. ലൈറ്റ് സിസ്റ്റം തകരാറിലായേ അത് മരിച്ചേ എന്ന് പറഞ്ഞാണ് അവരവിടെ ഒരു നാടകം അരങ്ങേറിയത്. ലൈറ്റ് സിസ്റ്റം തകരാറാകുന്നതും അത് മരിച്ചേ എന്ന് പറയുന്നതിലും എവിടെയാണ് VCക്കെതിരെയുള്ള നിലവിളികൾ, VCക്കെതിരെയുള്ള ആക്രോശങ്ങൾ, VCയുടെ ഈ പറഞ്ഞ ശവസംസ്കാരം നടത്തിയെന്ന ഭാഗം വരുന്നത്? അതുകൊണ്ട് ഇതൊക്കെയും നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കാതെ സത്യം പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന ഏകപക്ഷീയമായ അക്രമം അവസാനിപ്പിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അക്കാദമിക് മേഖലയിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും മാധ്യമപ്രവർത്തകരുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ വിദ്യാർത്ഥികളൊക്കെയും ഇവിടെ ആശങ്കപ്പെട്ടാണ് ഇരിക്കുന്നത്. കുറേ വിദ്യാർത്ഥികൾ ഇവിടെ ഇല്ല, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. കുറേ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് മാറിപ്പോകേണ്ടി വരികയാണ്. കാരണം ഏത് നിമിഷം അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട പിന്നെന്ത് ചെയ്യും? അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള തെറ്റായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള VCക്കെതിരെ ഞങ്ങളുടെ പോരാട്ടത്തിൽ എല്ലാവിധ പിന്തുണയും നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമരം ശക്തമായി തന്നെ മുന്നോട്ടുണ്ട്. സമരം അവസാനിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കാണേണ്ടത് വരും ദിവസം കേരളത്തിലൊക്കെയുള്ള എല്ലാ മനുഷ്യരും ഓണം ആഘോഷിക്കുകയാണ്. അപ്പോഴും ഈ കുട്ടികൾ ഇവിടെ ഇരിക്കണം എന്നാണ് VC പറയുന്നത്. ഈ കുട്ടികൾക്ക് ഓണവും വീടൊന്നും ഇല്ലേ? ഇതൊരു സർക്കാർ സർവകലാശാലയല്ലേ? കോടിക്കണക്കിന് ഫണ്ട് നമ്മുടെ സർക്കാർ നികുതിയിൽ നിന്ന് കൊടുത്ത് ഉണ്ടാക്കിയെടുത്തല്ലേ ഇത്. അല്ലാതെ RSSോ സിസ തോമസോ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോ
കൊടുത്തതല്ലോ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് തന്നെ ആ അധികാരം കൊടുത്തത് കേരളത്തിൻ്റെ നിയമസഭ, അല്ലാണ്ട് ഭരണഘടനയൊന്നുമല്ല, ഗവർണർക്കല്ല, ചാൻസലർക്കാണ്. അപ്പോൾ ഭരണഘടനാപരമല്ലാത്ത ഒരു അധികാരം ഉപയോഗിക്കുന്ന, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവർണർ, അതാണ് അയാൾ. അപ്പോൾ ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആള് ഈ വിദ്യാർത്ഥികളെ കാണുന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ പൊതുസമൂഹം കാണണം. സിസ തോമസ് ഒരു അമ്മയായിരിക്കുമല്ലോ, ആ കുട്ടികളെ കാണണം. ആ നിലയിൽ ഈ കാര്യങ്ങളെ കണ്ട് പരിശോധിക്കണം. ഈ കുട്ടികളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നിലപാട്. ഒരു കുറ്റവും അവർ ഈ സർവകലാശാലക്കെതിരെ ചെയ്തിട്ടില്ല, ഒരധ്യാപികയും ആക്രമിച്ചിട്ടില്ല, ഒരാളെക്കെതിരെയും ഒരാക്രോശവും നടത്തിയിട്ടില്ല. 24 ദിവസവും എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു? 24 ദിവസവും തിരിഞ്ഞു നോക്കാത്ത റോജി എം ജോണിന് 25-ാം ദിവസം എവിടുന്ന് കിട്ടി ഈ വെളിപാട്? നാണമാവില്ലേ റോജി എം ജോൺ? നിങ്ങളോട് കുറേ തവണയെ ഞാൻ തന്നെ ചോദിക്കുന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു 10 തവണ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ദാസ്യപ്പണി എടുക്കരുത്, മറുപടി പറയണം, VC-മാരെ നിലക്ക് നിർത്തണം. അങ്ങനെയല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും ഇവർ കേസ് കൊടുക്കും, നിങ്ങളെയും ഇവർ വേണ്ട പോലെ കൈകാര്യം ചെയ്യും. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ശക്തമായ സമരം തന്നെയായിരിക്കും കൊണ്ടുപോവുക. ഇതിലൊരു തീരുമാനം ഉണ്ടാകണം. പോലീസിൻ്റെ ഏകപക്ഷീയമായ ആക്റ്റും ഇവിടെ അവസാനിപ്പിക്കണം. അതും ഞങ്ങളുടെ പ്രത്യേക ആവശ്യമാണ്. VC-ക്കെതിരെ പരാതി കൊടുക്കേണ്ടത് ഒന്ന് പോലീസിനാണ്, മറ്റൊന്ന് കൊടുക്കേണ്ടത് മന്ത്രിക്കാണ്, മറ്റൊന്ന് കൊടുക്കേണ്ടത് ഗവർണർക്കാണ്. ഇത് മൂന്നും ഇന്ന് കേരളത്തിൽ പ്രശ്നമാണ്. പിന്നെ ഞങ്ങൾ പോകേണ്ടത് കോടതിയിലാണ്. അവിടെയാണ് ലാസ്റ്റ് റിസോർട്ട്. ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഇന്ത്യയിലെ ഇന്നത്തെ അവസാനത്തെ നമ്മളെല്ലാം ആശ്രിതപ്പെടുന്നത് ഈ പറഞ്ഞ നിയമവ്യവസ്ഥയിലാണ്. ആർക്കെതിരെ? ഇവർക്ക് ആർക്കാ കൂടുതൽ? ആർലേക്കർക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? ജില്ലയിലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ പോരടിച്ച് കൊടി പിടിച്ച് എടുക്കുക എന്നല്ലാതെ വേറെ വഴി ഇവിടെ ഇല്ല. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കാണണം. ഇതൊക്കെയാണ് ഈ കുട്ടികൾ നേരിടുന്നത് ഒരൊറ്റ അധികാര വ്യവസ്ഥയെ മാത്രമല്ല, VC എന്ന ഒറ്റ അധികാര കേന്ദ്രത്തെ അല്ല, മറിച്ച് ഈ കേരളത്തിലെ മുഴുവൻ VC-മാർ, അതിനെ ഭരിക്കുന്ന ഗവർണർ, മന്ത്രിമാർ, ഇവരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളിൽ എന്തിരുന്നാലും ഇവരുടെ ഈ തെറ്റായ നിലപാടുകൾക്കെതിരെ ഞങ്ങളും നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതായി വരും.